മലയാളികൾ നേതൃത്വം നൽകുന്ന സെൻട്രിയൽ ഗ്രൂപ്പ് ജൈവ ഇന്ധന ഉൽപാദന രംഗത്തേക്ക് ചുവടുവെക്കുന്നു. ഗോവയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് സെൻട്രിയൽ ബയോ ഫ്യൂവൽസ് പ്രവർത്തനം തുടങ്ങുന്നത്. 2026 പ്ലാന്റ് കമ്മീഷൻ ചെയ്യാനാണ് ശ്രമം. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രത്യാഘാതങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജൈവ ഇന്ധനം എന്ന ആശയത്തിലേക്ക് സെൻട്രിയൽ ഗ്രൂപ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഗോവയിലെ നവേലിം എന്ന സ്ഥലത്താണ് അതിനൂതന സംവിധാനത്തോടെയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നത്. 300 KLPD ധാന്യാധിഷ്ഠിത എഥനോൾ പ്ലാന്റാണ് ലക്ഷ്യം. കേരളത്തിലെ വ്യാപാര വ്യവസായ രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയനായ ജോബി ജോർജ് ആണ് സെൻട്രിയൽ ബയോഫ്യൂവൽസിന്റെ MD. പ്രധാന എണ്ണ കമ്പനികളുമായി സെൻട്രിയൽ ഗ്രൂപ്പ് ധാരണയിലെത്തിക്കഴിഞ്ഞു. സെൻട്രിയൽ ബയോഫ്യൂവൽസ് ലിമിറ്റഡ് ഗോവയിലെ നവലിം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ 65 ഏക്കേഴ്സിൽ വരുന്നതാണ് ഈ ഫെസിലിറ്റി. ഈ ഫെസിലിറ്റി 2026 കമ്മീഷനും എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. 20% എത്തനോൾ പെട്രോളിയം പ്രൊഡക്ട്സിൽ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം. അപ്പോൾ അതുവഴി ഞങ്ങളുടെ പ്രൊഡക്ഷൻ്റെ 70% പബ്ലിക് സെക്ടർ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയായിട്ടുള്ള IOCL, BPCL, HPCL ഇവരിലേക്ക് സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ലക്ഷ്യം. മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി IPS ആണ് കമ്പനിയുടെ ചെയർമാൻ. കഴിഞ്ഞ മാസം ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് P. സാവന്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. പ്ലാന്റ് 2026 കമ്മീഷൻ ചെയ്യുന്നതോടെ ജൈവോർജ്ജ രംഗത്തെ രാജ്യത്തിന്റെ കുതിപ്പിന് മുതൽക്കൂട്ടാകും.